ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ച് ED. മമതാ ബാനർജി, ബംഗാൾ DGP, കൊൽക്കത്ത പോലീസ് കമ്മീഷണർ എന്നിവർ ചേർന്ന് ED റെയ്ഡ് തടസ്സപ്പെടുത്തിയെന്നാണ് ഹർജി. പ്രദീപ് ജെയിനുമായി ബന്ധപ്പെട്ട റെയ്ഡാണ് തടസ്സപ്പെടുത്തിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിശദാംശങ്ങളുമായി S. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, വളരെ നിർണായകമായ നീക്കം അല്ലെങ്കിൽ വളരെ ഗുരുതരമായ സാഹചര്യമാണ് ബംഗാളിൽ നിലനിൽക്കുന്നത്. അതായത് മമതാ ബാനർജിക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷ പാർട്ടികളൊന്നുമല്ല. അതായത് ഇതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. കാരണം EDയുടെ അന്വേഷണത്തെ പോലും മുഖ്യമന്ത്രി നേരിട്ടെത്തി തടസ്സപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ അവരുടെ ഓഫീസിലെത്തുന്നു, രേഖകൾ അങ്ങനെ ബലമായി പിടിച്ചുകൊണ്ടു പോകുന്ന മുഖ്യമന്ത്രി അവർ സ്വന്തമായി അവിടുന്ന് ഫയലുകൾ എടുത്തുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് അന്വേഷണം CBI തന്നെ നടത്തണമെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നേരിട്ട് ആവശ്യപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത്. ബംഗാളിൽ കാര്യങ്ങൾ അത്ര നന്നായ രീതിയിലല്ല പോകുന്നത് എന്ന് ഇതിനോടകം വ്യക്തമാവുകയാണ്. കാരണം ബംഗാളിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ സമ്പൂർണ്ണമായും തകർന്ന മട്ടിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവിടെ ഈ കൽക്കരി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഒരു പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്കിടെ മുഖ്യമന്ത്രിയും DGPയും കൊൽക്കത്ത പോലീസ് കമ്മീഷണറും എത്തി ആ റെയ്ഡ് തടസ്സപ്പെടുത്തുകയും അതോടൊപ്പം അവിടുത്തെ രേഖകൾ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വിവരം, ED ഈ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു എന്നുള്ളതാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് അവിടെ സമീപിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ഈ രേഖകൾ തങ്ങളുടെ റെയ്ഡ് തടസ്സപ്പെടുത്തി, അതോടൊപ്പം തന്നെ രേഖകൾ മുഴുവൻ എടുത്തുകൊണ്ടുപോയി, അതിൽ അവർക്കെതിരെ കവർച്ചയടക്കമുള്ളവ ആരോപിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് രേഖകൾ, സ്റ്റോറേജ് മീഡിയ, മറ്റ് രേഖകൾ എന്നിവ മൂവരും നിയമവിരുദ്ധമായി പിടിച്ചെടുത്തു എന്നാണ് ED ആരോപിക്കുന്നത്. 3000 കോടി രൂപയുടെ അനധികൃത കൽക്കരി ഖനനവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലായിരുന്നു റെയ്ഡ്. അവിടെയാണ് ഒരു മുഖ്യമന്ത്രിയും ഒരു സംസ്ഥാനത്തിൻ്റെ DGPയും സിറ്റി പോലീസ് കമ്മീഷണറും ചേർന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി വെക്കുകയും അവർ പിടിച്ചെടുത്ത രേഖകൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മോചിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്തത്. അതായത് ഇന്ത്യ മഹാരാജ്യത്താണ് ഈ കാര്യം നടക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം. അതും ഒരു മുഖ്യമന്ത്രി ഇതിന് നേരിട്ടിറങ്ങുന്നു. അവർക്കെതിരെ CBI അന്വേഷണത്തിന് സുപ്രീം കോടതിയിലേക്ക് ED എത്തിക്കഴിഞ്ഞു. തീർച്ചയായും സുപ്രീം കോടതിയിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് CBI അന്വേഷണം ആവശ്യപ്പെട്ട പ്രത്യേക ഹർജി നൽകിയിട്ടുള്ളത്. മമതാ ബാനർജി ED അന്വേഷണത്തെ അവരുടെ അധികാരം ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുന്നു, ഫയലുകൾ അടക്കം എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ക്രമസമാധാന നില വളരെ മോശമാണ്. അതുകൊണ്ട് CBI അന്വേഷണം തന്നെ ആവശ്യപ്പെടുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത്.